നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം, ഏകദിന വേൾഡ് കപ്പിന് ശേഷം മുഹമ്മദ് ഷാമി ഇന്ത്യക്കായിട്ട് കളിച്ചിട്ടില്ല. ആ ഏകദിന വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം പുറത്തെടുത്തയാളാണ് മുഹമ്മദ് ഷാമി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പരിക്ക് പറ്റി പിന്നെ അദ്ദേഹം കളിച്ചിട്ടില്ല. ഇനി എന്ന് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് തിരികെ വരും, ആരാധകരൊക്കെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്രിക്കിൻഫോയുടെ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: ഷാമി കറൻലി അദ്ദേഹത്തിൻ്റെ റീഹാബിൻ്റെ ഫൈനൽ സ്റ്റേജസിലാണ്. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലാണ് അദ്ദേഹം ഉള്ളത്. ബംഗളൂരുവിൽ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലാണ് അദ്ദേഹം ഉള്ളത്. ലാസ്റ്റ് മന്തിൽ അദ്ദേഹം പരിക്കേറ്റ് സർജറി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ബൗളിംഗ് പുനരാരംഭിച്ചിരുന്നു. സ്ലോലി അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് വർക്ക് ലോഡ് വർദ്ധിപ്പിച്ച് പൂർണ്ണ മികവിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ആ ഒരു റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ അടുത്ത മത്സരം സെപ്റ്റംബർ 19-നാണ്. അതിന് മുന്നോടിയായിട്ട് ഷാമി ഫിറ്റായേക്കാം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ആ ടെസ്റ്റ് സീരീസിലുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയേക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരം ഇങ്ങനെയാണ്: ഷാമിയുടെ പ്രോഗ്രസ് സെലക്ടേഴ്സ് അപ്രൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹം ദുലീപ് ട്രോഫി മാച്ചസ് കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് തീരുമാനം എടുക്കേണ്ടത്. അത് സെപ്റ്റംബർ 5-ന് അനന്തപൂരിൽ ആരംഭിക്കുകയാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിറ്റ്നസ് എന്താവും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. ഏതായാലും പ്രതീക്ഷിക്കപ്പെടുന്നത് അദ്ദേഹം ഇന്ത്യയുടെ ഹോം സീസൺ, അതായത് വിച്ച് ബിഗിൻസ് വിത്ത് എ ടെസ്റ്റ് സീരീസ് അഗെയിൻസ്റ്റ് ബംഗ്ലാദേശ് ഇൻ സെപ്റ്റംബർ. അപ്പോൾ സെപ്റ്റംബറിൽ ബംഗ്ലാദേശുമായിട്ടുള്ള ടെസ്റ്റ് സീരീസോടുകൂടി ആരംഭിക്കുന്ന ഇന്ത്യയുടെ ഹോം സീസണിന് അദ്ദേഹം അവൈലബിൾ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദി ഹോപ്പ് ഈസ് ദാറ്റ് he will be ready to play India's home season which begins with the test series against Bangladesh in September. ഏതായാലും എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ഇവിടെ ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റ് സീരീസോ അതിനുശേഷം ന്യൂസിലാൻഡിനെതിരെയുള്ള കളിയോ അതൊന്നും കളിച്ചില്ലെങ്കിൽ പോലും ഓസ്ട്രേലിയക്കെതിരെയുള്ള സീരീസ് ആകുമ്പോഴേക്കും പൂർണ്ണ ഫിറ്റ് ആകണം എന്നുള്ളതാണ് ആരാധകരുടെ ഒരാഗ്രഹം. കാരണം ഓസ്ട്രേലിയക്കെതിരെ സർവ്വശക്തിയും എടുത്ത് ഇന്ത്യൻ ടീമിന് കളിക്കാൻ കഴിയണം. ഏതായാലും ഇപ്പോൾ ലഭ്യമാവുന്നത് ശുഭ സൂചന തന്നെയാണ്. അദ്ദേഹം തൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ്റെ ഫൈനൽ സ്റ്റേജസിലാണ് അദ്ദേഹം ഉള്ളത്. ഒരു പക്ഷേ ബംഗ്ലാദേശിനെതിരെയുള്ള സീരീസിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ ഇന്ത്യയുടെ ആ ഒരു നിരയിൽ വീണ്ടും കാണാൻ കഴിഞ്ഞേക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.